കേരളത്തിൽ മുൻകാലങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു BJP അല്ല ഇപ്പോഴുള്ളത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം. കെ സുരേന്ദ്രൻ അല്ല BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. സുരേന്ദ്രൻ മാറിയതോടുകൂടി തന്നെ പാർട്ടി അടിമുടി മാറിയിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് വെറുതെയല്ല. കേരളത്തിൽ ഒരു വലിയ മുന്നേറ്റമുണ്ടാക്കുക. ആ മുന്നേറ്റം ശരിക്കും 2026 പ്രകടമാകണം. 2031 BJPക്ക് കേരളത്തിൽ അധികാരത്തിലും വരണം. അതൊരു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ തന്നെ ആ മുഖ്യമന്ത്രി പദവിയിലേക്കും വരും. അത്തരത്തിലായിരിക്കണം. 2026 തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ കോൺഗ്രസിനെ നിലം പരിശാക്കണം. UDF പിരിച്ചുവിടണം. ഘടകകക്ഷികൾ മറ്റുള്ളതിലേക്ക് പോകും. മറ്റുള്ളതിലേക്കെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ തൽക്കാലം LDFിലേക്ക്, അല്ലെങ്കിൽ പിന്നെയുള്ള ഏക വഴി NDAയിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ NDA മുന്നണി വിപുലീകരിക്കും. രാജീവ് ചന്ദ്രശേഖറിന് വലിയ പിൻബലം കൂടി ലഭിക്കും. ഇപ്പോൾ കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം കുറിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. BJPക്ക് പണ്ടേ വളരെ പേരുദോഷമുള്ള പാർട്ടിയാണ്. പണ്ട് വോട്ട് കച്ചവടം നടത്തിയവർ എന്നുള്ള ഒരു പേരുദോഷം. പിന്നീട് അതിന് മാറ്റം സംഭവിച്ചു. കേന്ദ്രത്തിൽ 2014 2019 2024 BJP തുടർച്ചയായി അധികാരത്തിലേക്ക് കയറി. നരേന്ദ്രമോദിയുടെ 3ാം വട്ടം ഭരണവും നടക്കുന്നു. കേരളത്തിൽ വേണ്ടത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയാതെ പോയത് ഈ അവസരത്തിൽ സംസ്ഥാന ഘടകത്തിൽ ഉണ്ടായിരുന്ന നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. ആ പിടിപ്പുകേട് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ഇവരെ തുടച്ചു നീക്കിയത്. വിഭാഗീയത അങ്ങേയറ്റം എത്തിച്ചു. സംസ്ഥാനത്ത് ഭരണമുണ്ടായിരുന്നു. എന്തിന്? 10 സീറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ BJP കേരള ഘടകം എന്തുമാത്രം വിഭാഗീയത കളിക്കുമായിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് ധാരാളം ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും ഫണ്ട് ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ആ ഫണ്ട് മുഴുവൻ അറുമാദിച്ചു ആറാടി കളിച്ചു. അങ്ങനെ കേന്ദ്രത്തെ ഒരു കറവ പശുവായി മാത്രം കണ്ടുകൊണ്ടിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സീറ്റ് 2021 കൊണ്ടുപോയി തൊലച്ചു കൊടുത്തു. CPMന്റെ വായിലോട്ടിട്ട് കൊടുത്തു. ഏറെ അധ്വാനിച്ച് സുരേഷ് ഗോപി. അങ്ങനെയാണ് 2024 ഒരു പാർലമെന്റിലേക്ക് ഒരു സീറ്റ് കിട്ടിയത്. ഇനി അത് 2029 തൊലയ്ക്കാതിരുന്നാൽ മതി. അതൊക്കെ നിലനിർത്തുകയും വേണം, അതിനോടൊപ്പം തന്നെ വിപുലീകരിക്കുകയും വേണം. അതുകൊണ്ടുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖറിനെ ഇറക്കിയിരിക്കുന്നത് കേന്ദ്രം. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വന്നു, ജനങ്ങളുമായിട്ട് കൂടുതൽ അടുക്കുന്നു, പൊതുസമൂഹത്തിൻ്റെ പിന്തുണ തേടിക്കഴിഞ്ഞിരിക്കുന്നു. ആ സമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി മുമ്പോട്ട് പോകുന്നു. ഓരോ ഇടങ്ങളിലും തന്നെ ചെന്ന് BJPയുടെ നേതാക്കന്മാരെ കാണുന്നു, കാര്യങ്ങൾ പ്രത്യേകമായിട്ട് സംവദിക്കുന്നു. അങ്ങനെ ജനകീയ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ വളരെ പിന്തുണയോടുകൂടി പോകുന്ന ഈ അവസരത്തിലാണ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് നരേന്ദ്രമോദിയോടൊപ്പം തന്നെ വേദി പങ്കിടുന്നു. 11 മണിക്ക് തുടങ്ങുന്ന ചടങ്ങിൽ 9 മണിക്ക് വേദിയിലെത്തി രാജീവ് ചന്ദ്രശേഖർ. കാണികളായിട്ട് നല്ലൊരു പങ്കും BJP പ്രവർത്തകരും അനുഭാവികളുമാണ്. അവർ രാജീവ് ചന്ദ്രശേഖറിന് ജയ് വിളിക്കുന്നുണ്ടായിരുന്നു ഒന്നടങ്കം. രാജീവ് ചന്ദ്രശേഖർ പ്രത്യഭിവാദ്യം ചെയ്തു. ഇതവിടെ കൂടിയ നമ്മുടെ ചില മൂത്ത സഹാക്കന്മാർക്കും കുട്ടി സഹാക്കന്മാർക്കും അത്ര രുചിച്ചില്ല. പ്രത്യേകിച്ച് 2026 സ്വപ്നം കണ്ടിരിക്കുന്ന കാരണഭൂതൻ്റെ ആ മരുമകൻ അരിയിട്ടുവാഴ്ച പ്രതീക്ഷിച്ചങ്ങനെ ഇരിക്കുകയാണ്. അത് തകർക്കുമല്ലോ, അത് തകരുമല്ലോ എന്നോർത്ത് അരിശം പൂണ്ട പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത് പോലെ ആ റിയാസ് ആ വിഴിഞ്ഞത്തിന് ചുറ്റും ഓടി നടക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ ഇരിക്കുന്നത് കാണാൻ കഴിയാതെ മാധ്യമപ്രവർത്തകരോട് പോലും ചൂടാകുകയാണ് ചെയ്യുന്നത്. നരേന്ദ്രമോദി ഏത് സംസ്ഥാനത്ത് പോയാലും ഔദ്യോഗിക പരിപാടികളൊക്കെ തന്നെ ആയാൽ പോലും അവിടെ
BJP സർക്കാരാണെങ്കിലും BJP ഇതര സർക്കാരാണെങ്കിൽ പോലും അവിടുത്തെ BJP സംസ്ഥാന അധ്യക്ഷനെ കൂടി വേദിയിൽ ഇരുത്താറുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോയത്, അല്ലാതെ ഈ വിളിക്കാതെ കയറി ചെന്നതല്ല. പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് അന്തിമ പട്ടിക പുറത്തു വരും. ആര് വേദിയിലിരിക്കണം, എത്ര മിനിറ്റ് സംസാരിക്കണം, ഏത് കസേരയിൽ ഇരിക്കണമെന്ന്. മുഹമ്മദ് റിയാസെ, താങ്കൾ DYFIയുടെ ആഗോള നേതാവ് മാത്രമേ ആയിരുന്നിട്ടുള്ളൂ. DYFI എന്ന് പറയുന്നത് ഒരു ഗുണ്ടാ സംഘം, അതിൻ്റെ ആഗോള നേതാവ് മാത്രമേ ആയിരുന്നിട്ടുള്ളൂ. അല്ലാതെ പാർലമെന്റ് താങ്കൾ കണ്ടിട്ടില്ല. താങ്കൾ പിന്നെ ക്ലിഫ് ഹൗസിന്റെ പിണറായി വിജയന്റെ അടുക്കളയ്ക്കകത്ത് കിടക്കുന്ന ആള് മാത്രമാണ്. താങ്കൾ റഹീം പാർലമെന്റ് കണ്ടിട്ടുണ്ടെങ്കിലും അവിടെ കേട്ട ഇംഗ്ലീഷ് അവിടുത്തെ പാർലമെന്റ് അംഗങ്ങൾ കൂടി ഇറങ്ങിപ്പോയതാണ്. അതുകൊണ്ട് ആരെവിടെ ഇരിക്കണം? രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രിയാണ്. താങ്കൾക്ക് അവിടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ? താങ്കളെ 2021 പിടിച്ച് അധികാരത്തിൽ കൊണ്ടുവന്നിരുത്തി പൊതുമരാമത്ത് വകുപ്പും അതിനോടൊപ്പം തന്നെ ടൂറിസം വകുപ്പും നൽകി കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണല്ലോ. 2026 അരിയിട്ട് വാഴ്ച കൂടെ നടത്തി കാരണഭൂതന് കണ്ണടയ്ക്കണമെന്നാണ് ആഗ്രഹം. ആ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നുള്ള ആദി പൂണ്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖരനെ കാണുമ്പോഴൊക്കെ അരിശം കൊള്ളുകയാണ്. രാജീവ് ചന്ദ്രശേഖരന് കേൾക്കുമ്പോഴേ റിയാസിനും കാരണഭൂതനും അരിശമാണ്. അങ്ങനെ അരിശം പൂണ്ട ആ ഒരു പ്രകടനമാണ് വിഴിഞ്ഞത്ത് കണ്ടത്. വിഴിഞ്ഞത്ത് നരേന്ദ്രമോദിയെ വിളിച്ചതാര്? സംസ്ഥാന സർക്കാരാണല്ലോ. സംസ്ഥാന സർക്കാർ വിളിച്ചത് എന്തിനു വേണ്ടിയിട്ട്? സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ 4ാം വർഷം ആഘോഷിക്കുമ്പോൾ അത് തങ്ങളുടെ ക്രെഡിറ്റ് ആയിട്ട് ഈ വിഴിഞ്ഞത്തെ മാറ്റാൻ പിണറായി വിജയനും മറ്റ് സഖാക്കന്മാരും എല്ലാം തീവ്ര ശ്രമം നടത്തി എന്നുള്ളതാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖർ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ മൊത്തം ചിത്രം അങ്ങ് മാറി. നരേന്ദ്രമോദി സംസാരിച്ചപ്പോൾ പല വിഷയങ്ങളും മറ്റു പല രാഷ്ട്രീയ വശങ്ങളിലേക്ക് കൂടി പോയി. അതൊക്കെ വായിച്ചെടുക്കേണ്ടവർക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതൊന്നും റിയാസിന് മനസ്സിലാകത്തില്ല. അങ്ങനെ BJPക്ക് ഒരു ഉണർവേകുന്ന ഒരു സംസ്ഥാന അധ്യക്ഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നരേന്ദ്രമോദിയും പിന്നെ രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ തന്നെ വലുതാണ്. നരേന്ദ്രമോദി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ രാജീവിനോട് ചോദിച്ച എന്താണ്, എങ്ങനെയുണ്ട് സംസ്ഥാന അധ്യക്ഷനായിട്ട് ഉള്ള പ്രവർത്തനം എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് പലതും വായിച്ചെടുക്കേണ്ടതല്ലേ. ഏത് തരത്തിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും എങ്ങനെ പോകണമെന്നും ഒക്കെ കേന്ദ്രത്തിൻ്റെ പ്രത്യേക നിർദ്ദേശം തന്നെ ഉണ്ട്. തിരുവനന്തപുരത്തെയും പ്രത്യേകിച്ച് കേരളത്തെയും വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ കയ്യിലെടുത്തത്. ഇത് പിന്നെ മന്ത്രി റിയാസ് വിഴിഞ്ഞത്ത് ഒരു തരത്തിൽ ഈ ഹാലിളകിയെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശന് വേറൊരു തരത്തിലാണ് ഹാലിളകിയത്. രാജീവ് ചന്ദ്രശേഖരന് മുണ്ടുടുക്കാൻ അറിയില്ല, മലയാളം അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വേവലാതി പൂണ്ടു. റിയാസിന് ഇപ്പോൾ വേറൊരു തരത്തിൽ. എന്തായാലും രണ്ട് മുന്നണികളിലും വേവലാതി പൂണ്ടു നിൽക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട്.